വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. അരൂർ പഞ്ചായത്തിൽ ബജറ്റ് അവതരിപ്പിച്ചു. പ്രധാന പ്രഖ്യാപനങ്ങളുടൻ വിശദമായ വാർത്തകൾ. അരൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന കുതിപ്പിന് കരുത്തുപകരുന്ന മിച്ച ബജറ്റ് അവതരിപ്പിച്ചു. മാലിന്യ നിർമ്മാർജ്ജനം, ഭവന നിർമ്മാണം, സ്ത്രീക്ഷേമം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന ബജറ്റിൽ 95 ലക്ഷം രൂപ നീക്കിയിരിപ്പാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ബജറ്റിലെ പ്രധാന വിശേഷങ്ങൾ താഴെ നൽകുന്നു. സാമ്പത്തിക അവലോകനം. ആകെ വരവ് 64,26,57,281 രൂപ. ആകെ ചെലവ് 63,30,92,572 രൂപ. മിച്ചം 95,64,709 രൂപ. പ്രധാന പദ്ധതികളും പ്രഖ്യാപനങ്ങളും. 1. മാലിന്യ നിർമ്മാർജ്ജനം. സ്വച്ഛ് ഭാരത് വീക്ഷണം. ചന്ദിരൂരിൽ പഞ്ചായത്തിലെ രണ്ടാമത്തെ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി MCF ആരംഭിക്കും. മാലിന്യ നീക്കത്തിനായി 2 ടാറ്റ എയ്സ് വാഹനങ്ങൾ വാങ്ങും. പഞ്ചായത്ത് അങ്കണത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് പുതിയ കെട്ടിടം നിർമ്മിക്കും. 2. സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി. നിലവിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള 376 പേർക്കും വീട് നൽകി അരൂരിനെ ഭവനരഹിതരില്ലാത്ത ഗ്രാമമായി പ്രഖ്യാപിക്കും. കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾക്ക് പുറമെ ത്രിതല പഞ്ചായത്ത് ഫണ്ടുകളും ഹഡ്കോ വായ്പയും ഇതിനായി പ്രയോജനപ്പെടുത്തും. 3. വനിതാ ശിശുക്ഷേമം. അരൂരിനെ വനിതാ സൗഹൃദ പഞ്ചായത്താക്കുന്നതിന്റെ ഭാഗമായി ലേഡീസ് ഹോസ്റ്റൽ നിർമ്മിക്കും. വനിതകളുടെയും വയോജനങ്ങളുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ പ്രത്യേക പദ്ധതികൾ. 4. ആരോഗ്യവും കായികവും. അരൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ FHC ഫിസിയോതെറാപ്പി സംവിധാനം ഏർപ്പെടുത്തും. മാനവീയം വേദിയിൽ ജനങ്ങൾക്കായി ഓപ്പൺ ജിംനേഷ്യം സ്ഥാപിക്കും. 5. അടിസ്ഥാന സൗകര്യ വികസനം. റോഡ് നിർമ്മാണം, പുനരുദ്ധാരണം, നടപ്പാത നിർമ്മാണം എന്നിവയ്ക്ക് മുൻഗണന. പഞ്ചായത്ത് ഓഫീസിലെ കാലപ്പഴക്കം ചെന്ന കെട്ടിടം പൊളിച്ചു നീക്കും. പഞ്ചായത്ത് അങ്കണത്തിന്റെ താഴത്തെ നിലയിൽ അക്ഷയ കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കും. 6. കാർഷിക തൊഴിൽ മേഖല. മത്സ്യത്തൊഴിലാളികൾക്കായി 3 ഫിഷ് ലാൻഡിംഗ് സെന്ററുകൾ. ജൈവ കൃഷിക്കും ക്ഷീരകർഷകർക്കും പ്രത്യേക പ്രോത്സാഹന പദ്ധതികൾ. ബജറ്റ് സമ്മേളനം. പഞ്ചായത്ത് പ്രസിഡന്റ് CK പുഷ്പന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയുമായ മോളി ജസ്റ്റിനാണ് ബജറ്റ് അവതരിപ്പിച്ചത്. വയോധികർ, ഭിന്നശേഷിക്കാർ, സാമ്പത്തികമായി പിന്നോക്ക വിഭാഗങ്ങൾ എന്നിവർക്കായി ക്ഷേമ പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പിലാക്കും. ഈ ബജറ്റിൽ 1 രൂപ പോലും വെറും അക്കമല്ല, അത് ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന ഘടകമാണ്. 2026-27 വാർഷിക ബജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചത്. മാലിന്യ നിർമ്മാർജ്ജനത്തിന് കൂടുതൽ ഊന്നൽ നൽകുകയും മുഴുവൻ മാലിന്യങ്ങളും കളക്ട് ചെയ്യുമെന്നുള്ളത് വളരെ പരിമിതമായ സ്ഥലത്താണ് MCF രൂപകൽപ്പന ചെയ്തത്. അതിൽ ഒരു ചെറിയ ബെയിലിംഗ് വിഷയം കൂടെ വാങ്ങി വെച്ചു. 48 പേര് ഒരുമിച്ചിരുത്തി സെഗ്രിഗേറ്റ് ചെയ്യുന്നതോട് കയറ്റി പോയിട്ടും അതിൻ്റെ അകത്തേക്ക് ഒരാൾക്ക് കയറാൻ പറ്റാത്ത അവസ്ഥ. കണ്ണൂർ മേഖലയിലും അടിയന്തര പ്രാധാന്യം കൊടുത്തുകൊണ്ടുവന്ന കെട്ടിടം വാടക എടുത്തുകൊണ്ട് MCFന്റെ പ്രവർത്തനം സുതാര്യമാക്കാൻ 2 വാഹനങ്ങൾ, എയ്സ് വാഹനങ്ങൾ മേടിക്കാനുള്ള ഏർപ്പാടാണ് അടിയന്തരമായി. 376 പേരെ വിളിപ്പിക്കാൻ, വീട് കൊടുക്കാൻ വേണ്ടി വിളിപ്പിക്കാൻ. ലിസ്റ്റിലുള്ള 300 ചില്ലാനും പേര് അടിയന്തര യോഗം വിളിച്ചുകൂട്ടി ഇവിടെ കൂട്ടി അവർക്ക് അവരുടെ ഡോക്യുമെന്റുകളൊക്കെ പരിശോധിച്ച് അടിയന്തരമായി ഓരോരുത്തരെയും പെർമിറ്റ് എടുക്കുന്നവർക്ക് വീട് കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനമുണ്ട്. അത്തരത്തിൽ കുടുംബിനികൾക്കുണ്ടായ വരുമാനം വർദ്ധിപ്പിക്കുക, സമ്പൂർണ്ണ ഭവന നിർമ്മാണം, മാലിന്യ നിർമ്മാർജ്ജനം. പക്ഷേ ഫിഷ് ലാൻഡിംഗ് സെന്റർ നമ്മൾ ഈ പ്രാവശ്യം ഉണ്ടാകും. ഇതിനുള്ള കെട്ടിടത്തിൽ ഒരു അക്ഷയ കേന്ദ്രം തുടങ്ങാൻ. ബജറ്റുമായി ബന്ധപ്പെട്ട് പ്രാരംഭ ബാക്കി 4,55,39,542. മൊത്തവരവ് 64,26,57,281 രൂപ. ആകെ ചിലവ് 63,30,92,572 രൂപ. നീക്കിയിരിപ്പ് ബാക്കി 95,64,709 രൂപ. ബജറ്റ് ചർച്ചയിൽ പഞ്ചായത്ത് അംഗങ്ങളായ അബ്ദുള്ള പരിയ, VK മനോഹരൻ, TB ഉണ്ണികൃഷ്ണൻ, PP സാബു, ചന്ദ്രിക സുരേഷ്, ശ്രീജൻ, സുമ ജയകുമാർ എന്നിവർ പങ്കെടുത്തു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ EC ബെന്നി, സെക്രട്ടറി സിന്ധു ഈശ്വരൻ തുടങ്ങിയവരും യോഗത്തിൽ സന്നിഹിതരായിരുന്നു. മാതൃകാപരമായ അംഗീകാരം. പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ നിന്ന് എക്കോബ്രിക് നിർമ്മിച്ച് ശുചിത്വ സന്ദേശം പ്രചരിപ്പിച്ച ചന്ദിരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സമ്മേളനത്തിൽ വെച്ച് അനുമോദിച്ചു.